മരുന്ന് മാഫിയ ഒരുപാട് സ്ട്രോങ് ആയിട്ട് ഓഫ് കോഴ്സ് ഹോസ്പിറ്റൽസിൽ, അതായത് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽസിനെ ഫേവർ ചെയ്യുന്ന അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് വേണ്ടിയിട്ട് കോംപ്ലിമെൻറ്റ്സ് കൊടുക്കുന്ന, അത് ലീഗലി നമ്മളിതൊന്നും വാങ്ങാൻ പാടില്ല എന്നാണ്, ഇതൊക്കെയുള്ള മരുന്നുകൾ, ആ മരുന്നുകളാണ് ഡോക്ടേഴ്സ് കൂടുതലും പ്രിഫർ ചെയ്യുക എന്നൊക്കെ കേൾക്കുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഇത് വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മളൊക്കെ ആദ്യം തന്നെ ഒരു ഫോർമുലറി ക്രിയേറ്റ് ചെയ്യും. ഓക്കെ. ഇതിന് പ്രിക്കോഷണറി സ്റ്റെപ്പാണ് ഇത്. ഈ പറഞ്ഞ പ്രലോഭനങ്ങളും ഇതിലൊന്നും ആരും വഞ്ചിതരാവാതിരിക്കണം, അതാണ് മെയിൻ ഉദ്ദേശം. അതിനുവേണ്ടി നമ്മൾ എല്ലാ ഹോസ്പിറ്റലും ഒരു ഫോർമുലറി ക്രിയേറ്റ് ചെയ്യും. ആൻറ്റിബയോട്ടിക് യൂസേജിന് അതിൻ്റെയുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അത് പാലിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. ആൻറ്റിബയോട്ടിക്കിൻ്റെ ഓവർ യൂസേജ് പാടില്ല, അല്ലെ ആവശ്യത്തിന് മാത്രമേ. അതിന് ആൻറ്റിബയോട്ടിക്കിന് തന്നെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഇത് എന്തിനു ഉപയോഗിക്കണം എന്ന് തെളിയിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കൊടുക്കാൻ പറയുള്ളൂ. അതൊരെണ്ണം. രണ്ട്, ഈ ഫോർമുലറി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഏതൊക്കെ മെഡിസിനാണ് നമുക്ക് ഈ ഹോസ്പിറ്റലിൽ എടുക്കാൻ പറ്റുക എന്ന ഫോർമുലറി ക്രിയേറ്റ്. ഈ ഫോർമുലറി ഡോക്ടേഴ്സ് ഉണ്ടാവും, ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ഉണ്ടാവും, ഒരു കമ്മിറ്റി ഫോം ചെയ്യും. ഈ കമ്മിറ്റിയാണ് ഡിസൈഡ് ചെയ്യേണ്ടത് ഈ ഹോസ്പിറ്റലിൽ ഫോർമുലറി ക്രിയേറ്റ് ചെയ്തത് ഏതൊക്കെയാണ് നമ്മൾ എടുക്കേണ്ട സാധനങ്ങൾ, ഏതൊക്കെയാണ് നമ്മൾ എത്തിക്കലി ഫോളോ ചെയ്യേണ്ട കോമ്പോസിഷൻസ്. ഇത് പാലിച്ചിട്ട് ഇതിലായിരിക്കണം നമ്മൾ സ്ട്രിക്റ്റായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇതിൽ വ്യക്തിപരമായ താല്പര്യമോ അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് ഉണ്ടാകുന്ന താല്പര്യമോ ഈ കമ്മിറ്റിയിൽ കയറി വരാൻ പാടില്ല. പക്ഷേ ഇത് പാലിക്കപ്പെടണം. ഇത് എല്ലായിടത്തും പാലിക്കപ്പെടുന്നില്ല.